ഓർത്തഡോക്സുകാർക്ക് സുവിശേഷം മാത്രമല്ല, ഭാര്യയെ വെട്ടാനും മരുമകളുടെ കൈവെട്ടി മാറ്റാനും അറിയാം. കൊട്ടാരക്കര കിഴക്കേ തെരുവിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഓർത്തഡോക്സുകാരന് മുൻ ഗൾഫ് പ്രവാസിയുമായ അലക്സാണ്ടറാണ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുകയും മരുമകളുടെ കൈ വെട്ടിമാറ്റുകയും ചെയ്തത്. ഇന്നലെ കൈ തുന്നിച്ചേർത്തു. ഭാര്യയുടെ ദേഹമാശകലം വെട്ടേറ്റ മുറിവുകളാണ്. സംഭവത്തിൽ അലക്സാണ്ടറെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ആൾ കൊട്ടാരക്കര സബ് ജയിലിലാണ്. ദീർഘനാളുകളായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വെട്ടിലും ജയിലിലും കലാശിച്ചത്. പ്രവാസിയായിരുന്ന അലക്സാണ്ടർ മടങ്ങി വന്നതിന് ശേഷം കൊല്ലത്ത് ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. അത് നഷ്ടമായതോടെ പൂട്ടിക്കെട്ടി. പിന്നീട് കാര്യമായ പണിയൊന്നുമില്ലായിരുന്നു. കുടുംബകാര്യങ്ങളൊക്കെ നോക്കി നടത്തി വരികയായിരുന്നു. കുറച്ചു നാളുകളായി കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതാണ് വെട്ടിലും കുത്തിലും ഒക്കെയായി കലാശിച്ചത്. ഇയാൾ ഭാര്യയെ വെട്ടുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയതായിരുന്നു മകന്റെ ഭാര്യ. ഒടുവിൽ യുവതിയുടെ കൈപ്പത്തിയും വെട്ടിമാറ്റി. ഇവർ ഓർത്തഡോക്സുകാരാണ്. കേരളത്തിന്റെ ഭരണകാര്യങ്ങളിൽ വരെ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന സഭാമെത്രാന്മാർക്ക് വിശ്വാസികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സമയമില്ല. കോട്ടയം മെത്രാന്റെ ഗീർവാണം കേട്ടാൽ തോന്നും ഓർത്തഡോക്സുകാർ എല്ലാം തികഞ്ഞവരാണെന്ന്. ഈ മെത്രാന്റെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. മെത്രാന് സഭയുടെ നേതൃത്വത്തിൽ വരണം. അതിനുവേണ്ടി എന്തും പറയുകയും ചെയ്യുകയും ചെയ്യും. 3 മാലയ്ക്കുള്ള ഓട്ടത്തിനിടയിൽ എന്ത് സുവിശേഷം, എന്ത് വിശ്വാസികൾ, അല്ലേ മെത്രാനെ? ആദ്യം ഗീർവാണമടിയൊക്കെ നിർത്ത്. എന്നിട്ട് വിശ്വാസികളുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് അസ്വാരസ്യമുള്ള ഇടത്ത് ആവശ്യമായ കൗൺസിലിങ്ങുകളൊക്കെ നടത്തി അവരെ നേർവഴിക്ക് നടത്താൻ നോക്ക്. ഭരണകാര്യങ്ങൾ ഭരിക്കുന്നവർ നോക്കിക്കോളും. അവിടെ മെത്രാന്റെ ആവശ്യമില്ല.